നമസ്കാരം. ആദ്യ വാർത്തയിലേക്ക് സ്വാഗതം. സംസ്ഥാനത്ത് സമ്പൂർണ്ണ ലോക്ഡൌൺ പ്രഖ്യാപിച്ചിട്ട് ഇന്നേക്ക് ഒരു മാസം. രാജ്യത്തെ മറ്റിടങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ആശ്വസിക്കാനുള്ള വകയുണ്ടെങ്കിലും ജാഗ്രത കൈവിടാതെയാണ് സംസ്ഥാനം. കണ്ണൂരിലും കൊല്ലത്തുമാണ് നിലവിൽ കൂടുതൽ ജാഗ്രതയോടെ നീങ്ങുന്നത്. കുളത്തൂപ്പുഴയിൽ കോവിഡ് സ്ഥിരീകരിച്ച രോഗിയുമായി സമ്പർക്കമുള്ളവരെ കണ്ടെത്താനുള്ള ശ്രമം തുടരുകയാണ്. കണ്ണൂരിൽ ഹോട്ട്സ്പോട്ടായി പ്രഖ്യാപിച്ച 24 ഇടങ്ങളിൽ ഇന്ന് പ്രത്യേക പരിശോധന നടത്തും. ലോക്ഡൌൺ ലംഘനത്തിനെതിരായ പരിശോധന ഇന്നും കർശനമായി തുടരും. വിശദാംശങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് VR കാർത്തിക്, കൊല്ലത്ത് നിന്ന് VV വിനോദ്, കണ്ണൂരിൽ നിന്ന് മനു ഭരത് എന്നിവർ ചേരുകയാണ്. ആദ്യം കാർത്തിക്കിലേക്ക്. കാർത്തിക്, ഇന്നൊരു മാസം പിന്നിടുന്നു ലോക്ഡൌൺ പ്രഖ്യാപിച്ചിട്ട്. മെയ് 3 വരെ ലോക്ഡൌൺ നീട്ടുകയും ചെയ്തിട്ടുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ സംസ്ഥാനത്തെ സ്ഥിതിഗതികൾ എങ്ങനെയെന്നാണ് ആരോഗ്യവകുപ്പ് വിലയിരുത്തുന്നത്? നിലവിലെ സാഹചര്യത്തിൽ ആശങ്ക കൈവിടാതെ ജാഗ്രത കർശനമായി തുടരണം എന്ന് തന്നെയാണോ നിർദ്ദേശം? ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല, പക്ഷെ അപ്പോഴും ആശ്വസിക്കാൻ സമയമായിട്ടില്ല എന്നാണ് സംസ്ഥാന സർക്കാർ തന്നെ വിശദീകരിക്കുന്നത്. ഇന്നലെയും 11 പേർക്ക് കൂടി സംസ്ഥാനത്ത് കോവിഡ് സ്ഥിരീകരിക്കുന്ന സാഹചര്യമാണ് ഉണ്ടായത്. മുൻ ദിവസങ്ങളെ അപേക്ഷിച്ച് നെഗറ്റീവ് കേസുകളുടെ എണ്ണം കുറയുകയും ചെയ്തിട്ടുണ്ട്. ഇന്നലെ ഒരാൾക്ക് മാത്രമാണ് നെഗറ്റീവ് കേസ് റിപ്പോർട്ട് ചെയ്തത്. ഇത്തരം ഒരു സാഹചര്യത്തിൽ കനത്ത പരിശോധനയും ജാഗ്രതയും തുടരാൻ തന്നെയാണ് തീരുമാനം. ഇന്നു മുതൽ സംസ്ഥാനത്തെ അതിർത്തികളിലായിരിക്കും പരിശോധന കൂടുതൽ കർശനമാക്കുക. കഴിഞ്ഞ ദിവസങ്ങളിലടക്കം ചരക്കു വാഹനങ്ങളിലും മറ്റും അയൽ സംസ്ഥാനമായ തമിഴ്നാട്ടിൽ നിന്ന് നിരവധി പേർ കേരളത്തിലേക്ക് എത്തുന്നത് ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. നിരവധി പേരെ പിടികൂടുകയും ചെയ്തിരുന്നു. ഈ സാഹചര്യങ്ങളുടെ പശ്ചാത്തലത്തിൽ തമിഴ്നാട്ടിൽ പ്രത്യേകിച്ച് കോവിഡ് വ്യാപനം തുടരുന്ന പശ്ചാത്തലത്തിൽ അതിർത്തികളിൽ കർശന പരിശോധന തുടരാനാണ് ആഭ്യന്തര വകുപ്പിന്റെ നിർദ്ദേശം. കളിയിക്കാവിളയിലടക്കം ചരക്ക് ലോറികൾ അടക്കം പരിശോധിച്ച ശേഷം മാത്രമേ സംസ്ഥാന അതിർത്തിയിൽ നിന്നും കേരളത്തിലേക്ക് കടത്തിവിടുകയുള്ളൂ. ആംബുലൻസുകൾ അടക്കം പരിശോധിക്കണം എന്നാണ് നിർദ്ദേശം. പ്രത്യേകിച്ച് അടച്ചു മൂടിയ വാഹനങ്ങൾ അത് ഏതു തന്നെ ആയാലും പ്രത്യേക പരിശോധന നടത്തി അനധികൃതമായി ആരും സംസ്ഥാനത്തേക്ക് എത്തുന്നില്ല എന്ന് ഉറപ്പുവരുത്തിയ ശേഷമേ അതിർത്തിയിൽ നിന്ന് കടത്തിവിടാവൂ എന്നാണ് നിർദ്ദേശം. ഊടുവഴികളിലും പരിശോധന ശക്തമാക്കാൻ തീരുമാനിച്ചു. ഇതിന് ബൈക്ക് പെട്രോളിംഗ് അടക്കമാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. സ്റ്റേഷൻ ഹൌസ് ഓഫീസർമാർക്കും അതോടൊപ്പം തന്നെ SI മാർക്കും ഈ സംബന്ധിച്ച പ്രത്യേക നിർദ്ദേശം നൽകിയിട്ടുണ്ട്. തിരുവനന്തപുരം ജില്ലയിലെ മലയോര പ്രദേശങ്ങളിലും ജാഗ്രത കർശനമാക്കിയിട്ടുണ്ട്. പ്രത്യേകിച്ച് പെരിങ്ങമല അടക്കമുള്ള പ്രദേശങ്ങളിൽ പെരിങ്ങമല പഞ്ചായത്തിലെ 4 വാർഡുകൾ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കുളത്തൂപ്പുഴയിലടക്കം രോഗം സ്ഥിരീകരിച്ച ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇത്തരം ഒരു ജാഗ്രതാ നിർദ്ദേശം. ഏതായാലും തിരുവനന്തപുരം ജില്ലയിൽ തിരുവനന്തപുരം നഗരമൊഴികെ മറ്റ് ഹോട്ട്സ്പോട്ടുകളില്ല. വർക്കല മുനിസിപ്പാലിറ്റിയെയും മലയൻകീഴ് പഞ്ചായത്തിനെയും കഴിഞ്ഞ ദിവസം ഹോട്ട്സ്പോട്ടിൽ നിന്ന് ഒഴിവാക്കിയിരുന്നു. തിരുവനന്തപുരം നഗരസഭ മാത്രമാണ് ഇപ്പോൾ ഹോട്ട്സ്പോട്ടിൽ ഉള്ളത്. ഏതായാലും പരിശോധന കർശനമായി തന്നെ ഇന്നും തുടരും. കഴിഞ്ഞ ദിവസങ്ങളെ അപേക്ഷിച്ച് നിരത്തുകളുടെ ഇറങ്ങുന്ന വാഹനങ്ങളുടെ എണ്ണത്തിലും കുറവുണ്ട്. ഇന്നലെ മാത്രം 4319 കേസുകളാണ് സംസ്ഥാനത്ത് രജിസ്റ്റർ ചെയ്തത്. ജില്ലയിൽ ഇന്നും പരിശോധന കർശനമായി തുടരാൻ തന്നെയാണ് തീരുമാനം. ഏതായാലും കളിയിക്കാവിള അടക്കം സംസ്ഥാനത്തിന്റെ വിവിധ ജില്ലകളിൽ തമിഴ്നാടുമായി അതിർത്തി പങ്കിടുന്ന പ്രദേശങ്ങളിലായിരിക്കും ഇന്നു മുതൽ പരിശോധന കൂടുതൽ കർശനമാക്കുക. ശരി, കണ്ണൂരിൽ നിന്ന് മനു ഭരത് ചേരുകയാണ്. മനു, കണ്ണൂരിലാണ് ഏറ്റവും കൂടുതൽ കോവിഡ് കേസുകൾ നിലവിൽ സംസ്ഥാനത്തുള്ളത്. ട്രിപ്പിൾ ലോക്ഡൌൺ ആണ് കണ്ണൂരിൽ. എല്ലായിടങ്ങളിലും കർശനമായ തന്നെ നിയന്ത്രണങ്ങളും പരിശോധനകളും തുടരുകയാണോ? എന്താണ് സ്ഥിതി? ദിവ്യ, കണ്ണൂരിൽ ട്രിപ്പിൾ ലോക്ക്ഡൌൺ ഇന്ന് കൂടുതൽ കർശനമാക്കുമെന്നാണ് പോലീസ് വൃത്തങ്ങൾ അറിയിച്ചിട്ടുള്ളത്. ചെറുകിട റോഡുകൾ എല്ലാം തന്നെ അടച്ചിരിക്കുന്നു. ചെറിയ പാതകൾ, കണ്ണൂരിലെ പ്രധാന വീതികളിലേക്ക് വരുന്ന ചെറിയ പാതകളെല്ലാം തന്നെ അടച്ച് പോലീസ് അത് ബാരിക്കേഡ് വെച്ച് അതിന് തടസ്സം സൃഷ്ടിച്ചിരിക്കുകയാണ്. ഒപ്പം ഈ പ്രധാന റോഡുകളിലെല്ലാം പോലീസ് പരിശോധനയുണ്ട്. എങ്കിലും നിരത്തുകളിൽ വാഹനങ്ങൾ കാണാം. കടകൾ ഇന്ന് കർശനമായി അടപ്പിക്കും എന്നാണ് പോലീസ് വ്യക്തമാക്കിയിട്ടുള്ളത്. പോലീസ് നിർദ്ദേശിക്കുന്ന കടകൾക്ക് മാത്രമേ തുറക്കാൻ കഴിയുകയുള്ളൂ. ചെറിയ തോതിലുള്ള ആശയക്കുഴപ്പങ്ങൾ പലയിടത്തും നിലനിൽക്കുന്നുണ്ട്. ഈ ബാങ്കിംഗ് ജീവനക്കാർക്കൊന്നും കൃത്യമായി ബാങ്ക് അവധിയെ സംബന്ധിച്ചുള്ള അറിയിപ്പുകൾ ലഭിച്ചിട്ടില്ല. അതിനെ തുടർന്ന് പലരും ജോലിക്ക് പോകുന്ന സാഹചര്യവും അവരെ പോലീസ് തടഞ്ഞ് തിരിച്ചയക്കുന്ന സംഭവങ്ങളും കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്ത് വലിയ വിമർശനത്തിന് അല്ലെങ്കിൽ പ്രതിഷേധത്തിനൊക്കെ ഇട നൽകി. ബാങ്കിംഗ് എംപ്ലോയീസിൻ്റെ ബാങ്ക് ഓഫീസേഴ്സ് കോൺഫെഡറേഷൻ ഇതിനെതിരെ ജില്ലാ കലക്ടർക്ക് പരാതി നൽകുകയും ചെയ്തു. മാത്രവുമല്ല, ഈ ആശുപത്രികളിലേക്ക് പോകേണ്ട ഒരു സാഹചര്യം ഇപ്പോൾ വർദ്ധിച്ചിരിക്കുകയാണ്. കാരണം പ്രധാനമായും ഈ വീടുകളിലൊക്കെ പരിശോധിക്കുന്ന ഡോക്ടർമാർ ഇപ്പോൾ അതിനൊന്നും തയ്യാറാക്കാത്ത സാഹചര്യത്തിൽ ആളുകൾ ആശുപത്രിയെ ആശ്രയിക്കുക. അങ്ങനെ ആളുകൾക്ക് യാത്ര ചെയ്യേണ്ടി വരുന്ന ചില ഘട്ടങ്ങൾ, അതെല്ലാം തന്നെ റോഡിൽ നിയന്ത്രിക്കാനുള്ള ഒരു തീവ്ര ശ്രമത്തിൽ തന്നെയാണ് പോലീസ്. ഇന്നലെ തന്നെ നിരവധി വാഹനങ്ങൾ പിടിച്ചെടുക്കുകയും നിരവധി പേർക്കെതിരെ കേസെടുക്കുകയും ചെയ്തു. സമാനമായ രീതിയിൽ ഇന്നും ഉണ്ടാകും എന്ന നിർദ്ദേശമാണ് നൽകുന്നത്. ഇന്നലെ 330 പേരെയാണ് ലോക്ക്ഡൌൺ നിയമങ്ങൾ ലംഘിച്ചതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അറസ്റ്റ് ചെയ്തത്. 242 വാഹനങ്ങളാണ് പിടിച്ചെടുത്തിട്ടുള്ളത്. ഇന്നലെ 7 പേർക്ക്
ഇന്നലെ കർശന നടപടികൾ തുടരുകയും ചെയ്തു. അതുപോലെ ഈ അനാവശ്യമായി കറങ്ങി നടക്കുന്നവരെ പിടിച്ച് ക്വാറന്റൈൻ സെന്ററിലേക്ക് മാറ്റും എന്നും ജില്ലാ ഭരണകൂടം അറിയിച്ചിട്ടുണ്ട്. ശരി, മനോജ് ഭരത്താണ് കണ്ണൂരിലെ വിശദാംശങ്ങൾ നൽകിയത്. കൊല്ലത്ത് നിന്ന് വി വിനോദ് ചേരുന്നു. വിനോദ്, കൊല്ലത്തും അതീവ ജാഗ്രത തന്നെയാണ്. നിയന്ത്രണങ്ങളൊക്കെ എത്രത്തോളം ശക്തമാണ് ജില്ലയിൽ? നേരത്തെ തന്നെ സ്ഥിതിഗതികൾ നിയന്ത്രണമായിരുന്ന ജില്ലകളുടെ പട്ടികയിലായിരുന്നു കൊല്ലം ഉണ്ടായിരുന്നത്. കാരണം തുടർച്ചയായ 11 ദിവസം പുതിയ കേസുകൾ റിപ്പോർട്ട് ചെയ്യാതിരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്യപ്പെട്ട കേസ് 6ാമത്തെ കേസാണത്. അത് കുളത്തൂപ്പുഴയിൽ തമിഴ്നാട്ടിൽ നിന്നെത്തിയ സ്വദേശിയാണ്. അദ്ദേഹം 2 തവണ തമിഴ്നാട്ടിൽ പോവുകയും തിരികെ വരികയും ചെയ്തതാണ്. തെങ്കാശി ജില്ലയിൽ വ്യാപകമായി രോഗം പടരുന്ന ഒരു സാഹചര്യമുണ്ട്. സമൂഹ വ്യാപനം എന്ന ഒരു ഘട്ടത്തിൽ തന്നെയാണ് തെങ്കാശി ജില്ലയിൽ കാര്യങ്ങൾ. പുളിയാങ്കുടിയിൽ മാത്രം ഏതാണ്ട് 14 പേർക്കാണ് രോഗം സ്ഥിരീകരിക്കപ്പെട്ടത്. ആ പ്രദേശത്ത് പോയി മടങ്ങിയെത്തിയ ആളിനാണ് രോഗം കണ്ടെത്തിയത്. അദ്ദേഹം അവിടെ ഒരു മരണ വീട്ടിൽ പോവുകയും പിന്നീട് മരണാനന്തര ചടങ്ങുകളിൽ പങ്കെടുക്കുകയുമായിരുന്നു. വാഹനത്തിലും കാൽനടയുമായാണ് യാത്ര നടത്തിയത്. ഇപ്പോൾ പാരിപ്പള്ളി മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ്. ഇദ്ദേഹവുമായി ബന്ധപ്പെട്ട 26 പേരുടെ സ്രവം ആണ് ഇതിനകം പരിശോധനയ്ക്ക് ശേഖരിച്ചിട്ടുള്ളത്. പ്രൈമറി സെക്കൻഡറി കോൺടാക്റ്റുകൾ എന്ന നിലയ്ക്കാണ് ഈ നടപടികൾ. ഇതിൽ ചിലർക്ക് രോഗമില്ല എന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട്. മറ്റു ചിലരുടെ ഫലം വരേണ്ടതുണ്ട്. ഏതായാലും 3 പഞ്ചായത്തുകൾ പൂർണ്ണമായും ലോക്ക്ഡൌണിലാക്കിയിരിക്കുന്നു. പൂർണ്ണമായും ഡബിൾ ലോക്ക്ഡൌൺ എന്ന നിലയ്ക്ക് കുളത്തൂപ്പുഴ പഞ്ചായത്തിലാകട്ടെ നിരോധനാജ്ഞ നിലനിൽക്കുകയാണ്. പുറത്തു നിന്നുള്ളവർക്ക് ആ പ്രദേശത്തേക്ക് ചെല്ലാനോ അവിടെ ഉള്ളവർക്ക് പുറത്തേക്ക് പോകാനോ കഴിയാത്ത തരത്തിലാണ്. ആര്യങ്കാവ്, തെന്മല തുടങ്ങിയ 2 പഞ്ചായത്തുകളിൽ കൂടിയാണ് ഇത്തരത്തിലുള്ള നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുന്നത്. സർക്കാർ വാഹനങ്ങൾ കടന്നു പോകണമെങ്കിൽ കൂടി ഉത്തരവിൻ്റെ പിൻബലം വേണം. ഉത്തരവോ ആ തരത്തിലുള്ള മറ്റ് രേഖകളോ വേണം. കളർ പാസുകളാണ് നൽകുന്നത്. ഭക്ഷ്യവസ്തുക്കളുമായി വരുന്ന ലോറികൾക്കും ആ തരത്തിലുള്ള വാഹനങ്ങൾക്കും പാസ് നൽകുന്നു. അതിൽ വരുന്ന ആളുകളുടെ എണ്ണം രേഖപ്പെടുത്തും. വരുമ്പോഴും പോകുമ്പോഴും ഈ എണ്ണം ആളുകൾ മാത്രം ആ വാഹനത്തിൽ പാടുള്ളൂ എന്ന തരത്തിലാണ് ഇപ്പോൾ സർക്കാർ നിർദ്ദേശം നൽകിയിട്ടുള്ളത്. കോളനി കേന്ദ്രീകരിച്ചുള്ള ബോധവൽക്കരണവും അതോടൊപ്പം തന്നെ ചിലരെ ക്വാറന്റൈനിൽ വിടുന്ന നടപടികളും ഒക്കെ തന്നെ നടക്കുന്നുണ്ട്. പ്രവാസികൾ മടങ്ങിയെത്തുന്നതുമായി ബന്ധപ്പെട്ടാണ് ചില സുപ്രധാനമായ നടപടികൾ കൊല്ലം ജില്ലയിൽ നടക്കുന്നത്. ഏതാണ്ട് 6000-ഓളം ഇടങ്ങൾ, വീടുകളും ഹോട്ടലുകളും അടക്കമുള്ള സ്ഥലങ്ങൾ കണ്ടെത്തി കഴിഞ്ഞു. ആളുകൾ താമസിക്കാത്ത വീടുകൾ അടക്കമാണ് ഈ തരത്തിൽ കണ്ടെത്തിയിട്ടുള്ളത്. മറ്റൊരു കാര്യം, ചെറിയ റോഡുകൾ അടക്കം അടച്ചുകൊണ്ടാണ് പോലീസിന്റെ നടപടികളും. വാഹനങ്ങൾ കടത്തിവിടുന്നതിൽ കർശനമായ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. 24-ന് നിയന്ത്രണങ്ങളിൽ ഇളവ് ലഭിക്കുന്ന ജില്ലയാണ് കൊല്ലം. പക്ഷേ 24-ന് ശേഷവും ഈ 3 പഞ്ചായത്തുകളിൽ ഇളവുകൾ നൽകണ്ട എന്ന തീരുമാനത്തിലേക്കാണ് കാര്യങ്ങൾ എത്തിയിട്ടുള്ളത്. വി വിനോദും കാർത്തിക്കും മനോജ് ഭരത്തുമാണ് വിശദാംശങ്ങൾ നൽകിയത്. സംസ്ഥാന ചരിത്രത്തിലെ ഏറ്റവും മോശമായ സാമ്പത്തിക സ്ഥിതിയിലാണ് കോവിഡും തുടർന്നുള്ള ലോക്ഡൌണും കേരളത്തെ കൊണ്ടെത്തിച്ചത്. എല്ലാ മേഖലകളിലെയും വരുമാനം നിലച്ചു. ഒരു മാസത്തെ ഏകദേശ നഷ്ടം 70,000 കോടിയെന്നാണ് പ്രാഥമിക കണക്ക്. നഷ്ടത്തെക്കുറിച്ചും അതിൽ നിന്ന് കരകയറാനുള്ള മാർഗങ്ങളെക്കുറിച്ചും പഠിക്കാൻ വിദഗ്ധ സമിതിയെ സർക്കാർ നിയോഗിക്കും. സംസ്ഥാനത്തിന്റെ ആഭ്യന്തര വളർച്ചാ നിരക്കിൽ 82% ഇടിവുണ്ടായെന്നാണ് കണക്കാക്കുന്നത്. കാർഷിക അനുബന്ധ മേഖലകളും സർവീസ് മേഖലകളും തൊഴിൽ വ്യാവസായിക മേഖലകളും തകർന്നു. നിർമ്മാണ മേഖല നിശ്ചലമായി. സംസ്ഥാന രൂപീകരണത്തിനു ശേഷമുള്ള ഏറ്റവും മോശം സാമ്പത്തിക സ്ഥിതിയിലൂടെയാണ് കേരളം കടന്നുപോകുന്നതെന്ന് വിദഗ്ധർ. കോവിഡിൽ നിന്ന് പഴയ നിലയിലേക്ക് എപ്പം സംസ്ഥാനം എത്തിച്ചേരുന്നു, ഇതിനനുസരിച്ചായിരിക്കും ഈ തകർച്ചയിൽ നിന്ന് നമ്മൾ കരകയറുന്നത്. എങ്കിലും ഇപ്പോഴുള്ള പ്രാഥമികമായിട്ടുള്ള എല്ലാ വിവരങ്ങളും വെച്ച് നോക്കിയാൽ സംസ്ഥാന ചരിത്രത്തിലെ ഏറ്റവും വലിയ GDP-യുടെ നഷ്ടവും അതോടൊപ്പം തന്നെ തൊഴിൽ മേഖലയിലും ഏറ്റവും വലിയ നഷ്ടം ഉണ്ടായിരിക്കുന്ന ഒരു സ്ഥിതിയാണ് ഈ GDP മൂലം, ഈ കോവിഡ് മൂലം ഉണ്ടായിട്ടുള്ളത്. വരുമാനം നിലച്ചതും ചെലവുകൾ വർദ്ധിച്ചതും സർക്കാരിനെ വലിയ പ്രതിസന്ധിയിലേക്കാണ് തള്ളിവിട്ടിട്ടുള്ളത്. സംസ്ഥാനത്തിന്റെ തനത് നികുതി വരുമാനം ഏതാണ്ട് നിലച്ച അവസ്ഥയിലാണ് എന്നതാണ്. ചെലവുകളുടെ കാര്യത്തിൽ വലിയ വർധനയാണ് ഉണ്ടാകുന്നത്. കോവിഡ്-19 ബാധയെ തുടർന്നുണ്ടായ സാമ്പത്തിക പ്രശ്നങ്ങളും വരാനിരിക്കുന്ന പ്രത്യാഘാതങ്ങളും കൃത്യമായി കണക്കാക്കിയിട്ടില്ല. അതിനായി ഒരു വിദഗ്ധ സമിതിയെ നിയോഗിച്ച് പരിശോധിക്കേണ്ടതായിട്ട് വരും. ലോക്ക്ഡൌൺ കഴിഞ്ഞാലും ഈ പ്രതിസന്ധിയിൽ നിന്ന് കരകയറുക എളുപ്പമല്ല. കേരള സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ലായ പ്രവാസലോകം നേരിടുന്നതും വലിയ തിരിച്ചടിയാണ്. കോവിഡിൽ തൊഴിൽ നഷ്ടപ്പെട്ട പ്രവാസികൾ ലോക്ക്ഡൌണിന് ശേഷം കൂട്ടത്തോടെ കേരളത്തിലേക്ക് വരും. ആ വരുമാനം നിലയ്ക്കുമെന്നത് മാത്രമല്ല, അവർക്ക് കൂടി സംരക്ഷണം ഒരുക്കുകയെന്ന വലിയ ഭാരവും സർക്കാരിനുമേൽ വരും. ആരോഗ്യപരമായി മാത്രമല്ല, സാമ്പത്തികമായും സംസ്ഥാനത്തെ തകർക്കുന്ന വിപത്തായി മാറുകയാണ് കോവിഡ്. ന്യൂസ് 18 തിരുവനന്തപുരം.
ഇൻക്യുബേഷൻ കാലയളവിന് ശേഷവും കോവിഡ് പോസിറ്റീവ് ആകുന്നവർ കേരളത്തിലുണ്ടെങ്കിലും ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്ന് വൈറോളജി വിദഗ്ധർ. ഇൻക്യുബേഷൻ കാലയളവ് പൂർത്തിയായാലും ശരീരത്തിൽ വൈറസ് സാന്നിധ്യത്തിന് സാധ്യതയുണ്ടാകാം. കാലയളവ് പൂർത്തിയായാലും ഇത് പകരാനിടയില്ലെന്നാണ് വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത്. കോവിഡ് വൈറസ് ഒരാളുടെ ശരീരത്തിൽ പ്രവേശിച്ചാൽ മറ്റുള്ളവരിലേക്ക് പകരാനുള്ള ശേഷി വളരെ കുറച്ച് ദിവസം മാത്രമേ ഉണ്ടാവുകയുള്ളൂ. രോഗലക്ഷണങ്ങൾ കാണിക്കുന്നതിന് 2 ദിവസം മുൻപും രോഗലക്ഷണങ്ങൾ തുടങ്ങി ഒരാഴ്ച കാലയളവ് വരെയുമാണ് ഇത്തരത്തിൽ വൈറസിന് പകരാനുള്ള ശേഷിയുണ്ടാവുക. അതിനാൽ തന്നെ 14 ദിവസത്തിന് ശേഷം രോഗലക്ഷണങ്ങൾ ആരെങ്കിലും കാണിച്ചാലും അവരിൽ നിന്ന് മറ്റുള്ളവരിലേക്ക് രോഗം പകരാനുള്ള സാധ്യത വളരെ കുറവാണ്. രോഗം പകർത്താനുള്ള ശേഷി നഷ്ടപ്പെട്ടാലും വൈറസിന്റെ RNA സാന്നിധ്യം ശരീരത്തിൽ കുറച്ചു കാലത്തേക്ക് കൂടി ഉണ്ടാകാനിടയുണ്ട്. സാധാരണഗതിയിൽ ഇപ്പം കോവിഡിൻ്റെ കാര്യത്തിൽ നമുക്ക് സിംറ്റംസ് കാണിക്കുന്നതിന് ഒരു 2 ദിവസം മുൻപ് പ്രീ സിംറ്റം സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പുള്ള 2 ദിവസം മുതൽ ഏതാണ്ട് ഒരാഴ്ച വരെയാണ് മാക്സിമം അതിന് ഇൻഫെക്ടിവിറ്റി ഉള്ളത്. അതിനുശേഷം ഗ്രാജുവലി അത് കുറയും. അതിന് ഒരു 14 ദിവസമൊക്കെ കഴിയുമ്പോഴത്തേനും പേഷ്യൻ്റ് ഒട്ടും ഇൻഫെക്റ്റീവ് അല്ലാതാകും. ഈവൻ ദോ നമ്മൾ PCR ചെയ്താൽ RNA ചിലപ്പം കണ്ടെന്നിരിക്കും. PCR ടെസ്റ്റിൽ വൈറസിന്റെ RNA മാത്രമേ കണ്ടെത്താനാകൂ. അതിനാൽ തന്നെ വൈറസിന്റെ പകർച്ചാശേഷി നഷ്ടപ്പെട്ടാലും PCR ടെസ്റ്റിൽ RNA സാന്നിധ്യമുണ്ടെങ്കിൽ ടെസ്റ്റ് പോസിറ്റീവാകും. ആന്റിബോഡി ടെസ്റ്റ് കൂടി നടത്തിയാൽ വൈറസിന്റെ പകർച്ചയ്ക്കുള്ള കഴിവുണ്ടോ എന്ന് കണ്ടെത്താനാകും. നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവർക്ക് IgM ആൻറ്റിബോഡിയും IgG ആൻറ്റിബോഡിയും ഉണ്ടോ എന്ന് നോക്കുക. IgM ആൻറ്റിബോഡി മാത്രമേ ഉള്ളെങ്കിൽ ഇവർ ഇപ്പോഴും ആ ഒരു ഇൻഫെക്ഷൻ്റെ ഒരു ഫേസിലൂടെ തന്നെ പോയിക്കൊണ്ടിരിക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു ഇൻഡിക്കേഷൻ. IgM മാത്രമേ ഉള്ളെങ്കിൽ. അതേസമയം ഇവർക്ക് IgMൻ്റെ കൂട്ടത്തിൽ IgG ആൻറ്റിബോഡിയും കൂടെ വന്നിട്ടുണ്ടെങ്കിൽ അവർ ഒരു കൺവാലസെന്റ് ഫേസിലേക്ക് പോവുകയാണ്. പത്തനംതിട്ടയിൽ ആദ്യ ക്ലസ്റ്ററിൽ രോഗം പകർന്ന 62കാരിക്ക് കഴിഞ്ഞ ദിവസങ്ങളിൽ വരെ വൈറസ് പോസിറ്റീവ് കാണിച്ചതും ഇതേ സാഹചര്യമാണെന്നാണ് വിദഗ്ധ അഭിപ്രായം. ന്യൂസ് 18 തിരുവനന്തപുരം. ലോക്ഡൌൺ പ്രകൃതിയിലുണ്ടാക്കിയ മാറ്റങ്ങളും ശ്രദ്ധേയമാണ്. അന്തരീക്ഷത്തിലെ മാലിന്യം കുറഞ്ഞു, പുഴകൾ തെളിനീരായി. ഇത്തരമൊരു കാഴ്ച കോഴിക്കോടുമുണ്ട്. കല്ലായിപ്പുഴയും കനോലി കനാലും തെളിഞ്ഞൊഴുകുകയാണ്. കാണുമ്പോൾ എത്ര വൃത്തിയിൽ കാണുന്നത്. ഞങ്ങൾ ചെറുപ്പത്തിലെ കണ്ട പോലത്തെ പോയിന്റ് ഒരു ഭംഗി ഇപ്പോൾ കിട്ടുന്നുണ്ട്. ഞങ്ങളെ പോയി ഞങ്ങൾക്ക് തിരിച്ച് കിട്ടി എന്നുള്ളൊരു സന്തോഷമുണ്ട്. ആദ്യമൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ കുട്ടികളും ഓരോ സ്ഥലത്തു നിന്നും വന്നിട്ട് നീന്തം വരെ പഠിക്കുന്ന പുഴയുന്നത്. ഇപ്പോൾ ഈ വേസ്റ്റ് ഇതൊന്നും വരാതായപ്പോൾ തന്നെ ആദ്യത്തെ അതേമായി ആയി വരുന്നുണ്ട്. ഇനിയിപ്പോൾ ഒരു മാസം കൂടി ഇങ്ങനെ തന്നെ പോവുകയാണെങ്കിൽ ഇത് ശരിക്കും ഒരു സ്വിമ്മിംഗ് പൂളും ആയിട്ടുണ്ടാവും. എരഞ്ഞിപ്പാലം മുതൽ കല്ലായിൽ അവസാനിക്കുന്നതുവരെ 100ലേറെ അഴുക്കുചാലുകളാണ് കനോലി കനാലിലേക്ക് തുറന്നു വെച്ചിരുന്നത്. ലോക്ക്ഡൌണിൽ ഈ അഴുക്കുചാലുകളെല്ലാം നിശ്ചലം. സംഗതി ഇപ്പം മൊത്തത്തിൽ ഈ ലോക്ക്ഡൗൺ വന്നതിന് ശേഷം വലിയൊരു കുറവുണ്ട്. ആ മൗത്ത് ക്ലിയർ ആയതുകൊണ്ട് ഈ കൊതുകിൻ്റെ പ്രശ്നം ഇപ്പോൾ വളരെ, കാരണം വെള്ളത്തിൻ്റെ ഫ്ലോ കൂടിയിട്ടുണ്ട്. പണ്ട് കാലത്ത് ലാറ്റിനടക്കം എല്ലാം ഇതിനകത്തേക്കായിരുന്നു. കാരണം അന്ന് അത്രയും ഫ്ലോ ഉണ്ടായിരുന്നു. എല്ലാവിധത്തിലും മരവും തോണിയെല്ലാം പോയിട്ട് തലകിയും കൊണ്ട് ഇപ്പോൾ ആകുന്നില്ല. ഹോട്ടലുകളും വ്യാപാര സ്ഥാപനങ്ങളും എല്ലാ കാലവും അടച്ചിട്ടിരിക്കാൻ കഴിയില്ല. പക്ഷേ നമുക്ക് മലിനജലം ജലസ്രോതസ്സുകളിലേക്ക് ഒഴുക്കിവിടാതിരിക്കാൻ കഴിയും. ലോക്ക്ഡൌണും കോവിഡും പഠിപ്പിച്ച പല പാഠങ്ങളിലൊന്ന്. കോഴിക്കോട് നിന്നും ശ്രീത് കല്ലുമുട്ടിക്കൊപ്പം മുഹമ്മദ് ഷഹീദ്, ന്യൂസ് 18. കോഴിക്കോട് സ്വകാര്യ ആശുപത്രി നഴ്സ് അടക്കം 3 പേർക്ക് കോവിഡ്. ഇഖ്ര ആശുപത്രിയിലെ നഴ്സിനും മെഡിക്കൽ കോളേജിലെ ഹൌസ് സർജൻസി വിദ്യാർത്ഥികൾക്കുമാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. 3 പേരും രോഗലക്ഷണങ്ങൾ പ്രകടിപ്പിച്ചിരുന്നില്ല. കോഴിക്കോട് ഒരു ആരോഗ്യ പ്രവർത്തകർക്കാണ് രോഗം ബാധിച്ചത്. കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ 2 ഹൗസ് സർജന്മാർക്ക് രോഗം സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇതിലൊരാൾ കണ്ണൂർ ജില്ലയാണ്. അവർ ഇരുവരും കേരളത്തിന് പുറത്തുനിന്ന് ട്രെയിനിൽ വന്നവരാണ്. സമ്പർക്കത്തിലൂടെ കോവിഡ് സ്ഥിരീകരിച്ച എടച്ചേരി സ്വദേശി നേരത്തെ ഇഖ്ര ആശുപത്രിയിൽ ചികിത്സയിലുണ്ടായിരുന്നു. ഇയാളിൽ നിന്ന് ICUവിൽ ജോലി ചെയ്യുന്ന നഴ്സിന് വൈറസ് ബാധയേറ്റെന്നാണ് നിഗമനം. ഏപ്രിൽ 11 ശേഷം ഇഖ്ര ആശുപത്രിയിലെ 24 ജീവനക്കാർ ക്വാറന്റൈനിലായിരുന്നു. കോഴിക്കോട് ജില്ലയിൽ ആദ്യമായാണ് ആശുപത്രിയിലെ സമ്പർക്കത്തിലൂടെ ആരോഗ്യ പ്രവർത്തകയ്ക്ക് കോവിഡ് സ്ഥിരീകരിക്കുന്നത്. ഡൽഹിയിലേക്ക് വിനോദയാത്ര പോയ കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ഹൌസ് സർജൻസി വിദ്യാർത്ഥികൾക്കും കോവിഡ് സ്ഥിരീകരിച്ചു. ഇവർ മാർച്ച് 20 നിസാമുദ്ദീൻ എക്സ്പ്രസിലാണ് മടങ്ങിയത്. 22 കോഴിക്കോടെത്തി. തബ്ലീഗ് സമ്മേളനത്തിൽ പങ്കെടുത്ത് മടങ്ങിയെത്തിയ ശേഷം ആലപ്പുഴയിൽ കോവിഡ് സ്ഥിരീകരിച്ചയാളും ഇവരുടെ കമ്പാർട്ട്മെന്റിൽ ഉണ്ടായിരുന്നു. 28 ദിവസത്തെ ക്വാറന്റൈൻ കഴിഞ്ഞ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഡ്യൂട്ടിക്ക് പ്രവേശിക്കുന്നതിന് മുൻപ് നടത്തിയ സ്ക്രീനിങ്ങിലാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. ഇവരെ പരിശോധിച്ച ഡോക്ടർമാർ ഉൾപ്പെടെ നിരീക്ഷണത്തിലാണ്. 3 പേർക്കും പരിശോധനയിൽ കോവിഡ് സ്ഥിരീകരിച്ചതല്ലാതെ മറ്റു രോഗലക്ഷണങ്ങൾ ഒന്നുമില്ല. ക്വാറന്റൈൻ കാലാവധിക്ക് ശേഷവും രോഗലക്ഷണങ്ങൾ പ്രകടിപ്പിക്കാതെ കോവിഡ് സ്ഥിരീകരിക്കുന്നത് പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് വെല്ലുവിളിയാണ്. ന്യൂസ് 18 കോഴിക്കോട്.
നെടുങ്കണ്ടത്ത് നിരീക്ഷണത്തിലായിരുന്ന കോട്ടയം സ്വദേശി എത്തിയത് ഓസ്ട്രേലിയയിൽ നിന്നും. ഡൽഹിയിൽ വന്ന ശേഷം ടാക്സിയിലാണ് കേരള തമിഴ്നാട് അതിർത്തിയായ കമ്പംമേട്ടിലെത്തിയത്. ഇതേ തുടർന്ന് നിരീക്ഷണത്തിൽ കഴിയവെയായിരുന്നു കോവിഡ് സ്ഥിരീകരിച്ചത്. മാർച്ച് 20-നാണ് 71 65 വയസ്സുള്ള മലയാളി ദമ്പതികൾ ഓസ്ട്രേലിയയിൽ നിന്ന് ഡൽഹിയിലെത്തുന്നത്. തുടർന്ന് 14 ദിവസം നിരീക്ഷണത്തിൽ. ഏപ്രിൽ 4-ന് ടാക്സിയിൽ കേരളത്തിലേക്ക് യാത്ര തുടങ്ങി. 9 സംസ്ഥാനങ്ങൾ പിന്നിട്ട് 16-ന് അതിർത്തിയായ കമ്പംമേട്ടിലെത്തി. ഇതേ തുടർന്ന് പരിശോധനകൾക്ക് ശേഷം രാമക്കൽമേട് ചേറ്റുവാപ്പാറയിൽ നിരീക്ഷണത്തിലേക്ക് മാറ്റി. തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് സ്ത്രീക്ക് കഴിഞ്ഞ ദിവസം കോവിഡ് സ്ഥിരീകരിച്ചത്. പാലാ സ്വദേശികളായ ഇവർ കേരളത്തിൽ മറ്റാരുമായും സമ്പർക്കം പുലർത്തിയിട്ടില്ല. കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് ഇവരെ മാറ്റാനാണ് നീക്കം. പ്രായം കണക്കിലെടുത്താണ് കോട്ടയത്തേക്ക് മാറ്റുന്നത്. ന്യൂസ് 18 ഇടുക്കി. ചരക്ക് ലോറികളുമായി സംസ്ഥാനത്തേക്ക് വരുന്ന ഡ്രൈവർമാർ ലോക്ഡൌൺ നിർദ്ദേശങ്ങൾ ലംഘിക്കുന്നത് വ്യാപകമാകുന്നു. നിർദ്ദേശം ലംഘിച്ച ഒരാളെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് പോലീസ് കസ്റ്റഡിയിലെടുത്തു. അതിർത്തികളിൽ നിന്നും ആളുകളെ ലോറികളിൽ കടത്തുന്നതായും വ്യക്തമായിട്ടുണ്ട്. കോവിഡ് വ്യാപകമാകുന്ന തമിഴ്നാട്, കർണാടക സംസ്ഥാനങ്ങളിൽ നിന്നാണ് കേരളത്തിലേക്ക് പ്രധാനമായും സാധനങ്ങൾ എത്തിക്കുന്നത്. ചരക്ക് ലോറി ഡ്രൈവർമാർ ലോക്ഡൌൺ നിർദ്ദേശങ്ങൾ പാലിക്കുന്നില്ലെന്നാണ് കണ്ടെത്തൽ. കഴിഞ്ഞ ദിവസം തമിഴ്നാട്ടിൽ നിന്നുള്ള ലോറി ഡ്രൈവറെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. കഴക്കൂട്ടം വെയർഹൌസ് ഗോഡൌണിലെത്തിയ ഡ്രൈവർ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിന് സമീപത്തെ ബന്ധുവീട്ടിലേക്കാണ് പോയത്. നാട്ടുകാരുടെ പരാതിയെ തുടർന്ന് ഇയാളെ നിരീക്ഷണത്തിലേക്ക് മാറ്റി. കഴിഞ്ഞ ദിവസം പച്ചക്കറി ലോറിയിൽ കേരളത്തിലേക്ക് കടന്ന 3 പേരെ കരമന പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു. പണം വാങ്ങി ആളുകളെ ചരക്ക് ലോറികളിൽ കടത്തുന്നതായാണ് സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട്. ജില്ലാ കളക്ടർ കെ ഗോപാലകൃഷ്ണനും തിരുവനന്തപുരം റേഞ്ച് DIG സഞ്ജയ് കുമാർ ഗുരുഡിനും കഴിഞ്ഞ ദിവസങ്ങളിൽ അതിർത്തിയിൽ പ്രത്യേക പരിശോധനയും നടത്തിയിരുന്നു. സംസ്ഥാനത്തെത്തുന്ന ലോറികൾ കൃത്യമായി മടങ്ങുന്നുണ്ടോ എന്ന കാര്യത്തിലും പരിശോധനയുണ്ടാകുമെന്ന് അധികൃതർ അറിയിച്ചു. ന്യൂസ് 18 തിരുവനന്തപുരം. ഇടവേള. വാർത്തയിലേക്ക്. ലോകത്ത് കോവിഡ് ഭീഷണി ദീർഘനാൾ നിലനിൽക്കുമെന്ന് ലോകാരോഗ്യ സംഘടനയുടെ മുന്നറിയിപ്പ്. പല രാജ്യങ്ങളിലും വൈറസ് പ്രാഥമിക ഘട്ടത്തിലാണെന്ന് ലോകാരോഗ്യ സംഘടന വിലയിരുത്തി. ലോകത്താകമാനം കോവിഡ് മരണം 1,84,000-ഉം രോഗികളുടെ എണ്ണം 26 ലക്ഷവും കടന്നു. അമേരിക്കയിൽ രോഗവ്യാപനം നിയന്ത്രിക്കാനാകാതെ തുടരുകയാണ്. 48,000-ലേറെ പേർ മരിച്ചു. 24 മണിക്കൂറിനിടെ മരിച്ചത് 2,300-ലേറെ പേരാണ്. അമേരിക്കയിൽ ആദ്യ കോവിഡ് മരണം ഔദ്യോഗിക കണക്കുകളേക്കാൾ മുൻപുണ്ടായതായി റിപ്പോർട്ടുകൾ പുറത്തുവന്നു. യൂറോപ്യൻ രാജ്യങ്ങളിൽ പുതിയ കേസുകളുടെ എണ്ണത്തിൽ കുറവ് രേഖപ്പെടുത്തി. 9 ദിവസം കൊണ്ടാണ് രാജ്യത്ത് 10,000 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചത്. രാജ്യത്തെ കോവിഡ് വ്യാപനത്തിന്റെ തോത് വ്യക്തമാകുന്നതാണ് ഈ കണക്കുകൾ. ആദ്യ 10,000 കേസുകൾ സ്ഥിരീകരിക്കാൻ 75 ദിവസം വേണ്ടിവന്നിരുന്നു. അതേസമയം രാജ്യത്ത് കോവിഡ് ബാധിച്ച് മരിച്ചവരുടെ എണ്ണം 652ആയി. രാജ്യത്ത് കോവിഡ് ബാധിതരുടെ എണ്ണം 20,000 കടന്നിരിക്കുകയാണ്. മഹാരാഷ്ട്രയിലും ഗുജറാത്തിലും മധ്യപ്രദേശിലും ദിവസേന ആളുകൾ മരിക്കുന്നു. ഗുജറാത്തിൽ മരണസംഖ്യ 100 കടന്നു. രോഗം ഇരട്ടിക്കുന്നതിന്റെ തോത് കുറഞ്ഞുവെന്ന് സർക്കാർ ആവർത്തിക്കുമ്പോഴും അങ്ങനെ പറയാറായിട്ടില്ലെന്ന് വ്യക്തമാക്കുന്നതാണ് കണക്കുകൾ. രാജ്യത്ത് ആദ്യ കോവിഡ് കേസ് സ്ഥിരീകരിച്ചത് ജനുവരി 30-നായിരുന്നു. ചൈനയിലെ വുഹാനിൽ നിന്ന് തൃശൂരിലെത്തിയ മെഡിക്കൽ വിദ്യാർത്ഥിക്കായിരുന്നു ആദ്യം രോഗം സ്ഥിരീകരിച്ചത്. പിന്നീട് കേരളത്തിലും രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലും രോഗബാധിതരെ കണ്ടെത്തി. മാർച്ച് 24-ന് പ്രധാനമന്ത്രി ലോക്ഡൌൺ പ്രഖ്യാപിക്കുമ്പോൾ 536 കോവിഡ് ബാധിതരാണ് രാജ്യത്ത് ഉണ്ടായിരുന്നത്. 9 പേർ മരണമടയുകയും ചെയ്തിരുന്നു. കോവിഡ് ബാധിതരുടെ എണ്ണം 10,000 പിന്നിടുന്നത് ഏപ്രിൽ 14-നാണ്. ഏപ്രിൽ 14-ന് രാവിലെ കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം പുറത്തുവിട്ട കണക്ക് പ്രകാരം 10,363 രോഗികൾ, 339 മരണം. ആദ്യ കേസ് റിപ്പോർട്ട് ചെയ്ത ജനുവരി 30-ൽ നിന്ന് 10,000 കേസുകൾ സ്ഥിരീകരിച്ച ഏപ്രിൽ 14-ലെത്താൻ വേണ്ടി വന്നത് 75 ദിവസമാണ്. എന്നാൽ ഏപ്രിൽ 14 മുതൽ ഏപ്രിൽ 22 വരെയുള്ള അടുത്ത 9 ദിവസം കൊണ്ട് 10,000 കേസുകൾ കൂടി രാജ്യത്ത് സ്ഥിരീകരിച്ചു. മരണം ഏതാണ്ട് ഇരട്ടിയായി. മെയ് ആദ്യവാരം കോവിഡ് വ്യാപനം ഉയർന്ന തോതിൽ എത്തിയേക്കുമെന്ന് ആരോഗ്യരംഗത്തെ വിദഗ്ധർ അഭിപ്രായപ്പെടുന്നു. അതിനാൽ തന്നെ അടുത്ത 2 ആഴ്ച രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ഏറെ നിർണായകമാണ്. ER രാഗേഷ്, ന്യൂസ് 18. ആരോഗ്യ പ്രവർത്തകർക്കെതിരെയുള്ള അതിക്രമം തടയാനുള്ള ഓർഡിനൻസ് പ്രാബല്യത്തിൽ. കേന്ദ്ര മന്ത്രിസഭ അംഗീകരിച്ച ഓർഡിനൻസിന് രാഷ്ട്രപതി അംഗീകാരം നൽകി. അക്രമികൾക്ക് 3 മാസം മുതൽ 5 വർഷം വരെയും ഗുരുതരമായ കേസുകളിൽ 6 മാസം മുതൽ 7 വർഷം വരെയും തടവ് ശിക്ഷ വ്യവസ്ഥ ചെയ്യുന്നതാണ് ഓർഡിനൻസ്. അക്രമികളിൽ നിന്ന് പിഴ ഈടാക്കാനും ഓർഡിനൻസ് വ്യവസ്ഥ ചെയ്യുന്നു. സ്പ്രിംഗ്ലർ കരാറിന്റെ ഭാഗമായി ശേഖരിക്കുന്ന വിവരങ്ങൾ ചോരില്ലെന്ന് ഹൈക്കോടതിയിൽ സംസ്ഥാന സർക്കാരിന്റെ ഉറപ്പ്. വിവരശേഖരണം സ്വകാര്യതയുടെ ലംഘനമല്ലെന്നും സംസ്ഥാന സർക്കാർ കോടതിയെ അറിയിച്ചു. കമ്പനിക്കെതിരെ ന്യൂയോർക്കിലും ഇന്ത്യയിലും നിയമ നടപടി സാധ്യമാണെന്നും സർക്കാർ വ്യക്തമാക്കുന്നു. സ്പ്രിംഗ്ലർ കരാറിനെതിരെ സമർപ്പിക്കപ്പെട്ട ഹർജികൾ നാളെ ഹൈക്കോടതി പരിഗണിക്കും.
സ്പ്രിംഗ്ലർ ശേഖരിക്കുന്ന 2 വ്യക്തിഗത വിവരങ്ങൾ അതീവ പ്രാധാന്യമുള്ളതാണെങ്കിലും വിവരങ്ങൾ ചോരില്ലെന്നാണ് സംസ്ഥാന സർക്കാർ കോടതിയെ അറിയിച്ചത്. ചടങ്ങുകളും നിയമങ്ങളും പാലിച്ചു തന്നെയാണ് കരാറെന്നുമാണ് സംസ്ഥാന സർക്കാരിന്റെ നിലപാട്. വിവരശേഖരണത്തിന് നിരവധി IT കമ്പനികളുണ്ടെങ്കിലും ഇത്ര വലിയ ഡേറ്റകൾ കൈകാര്യം ചെയ്യാൻ ഇന്ത്യയിൽ ഒരു കമ്പനിയുമില്ല. ഈ സാഹചര്യത്തിലാണ് സ്പ്രിംഗ്ലറിനെ തെരഞ്ഞെടുത്തത്. കോവിഡ് പടരുന്ന സാഹചര്യത്തിൽ ഡേറ്റ അനാലിസിസിന് സോഫ്റ്റ്വെയർ സജ്ജമാക്കാൻ കൂടുതൽ സമയം എടുക്കാനാവില്ല. വീടുകളിൽ നിരീക്ഷണത്തിൽ കഴിയുന്നവരിൽ നിന്ന് 41 ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ് ശേഖരിക്കുന്നത്. ഇതിൽ 2 ചോദ്യങ്ങൾ അതീവ പ്രാധാന്യമുള്ളതാണ്. പക്ഷേ ഈ വിവരങ്ങൾ ശേഖരിക്കാതെ ഡേറ്റ അനാലിസിസ് സാധ്യമാകില്ല. വിവരങ്ങൾ ചോരുന്നത് തടയാൻ ക്രമീകരണങ്ങളും സർക്കാർ നടത്തിയിട്ടുണ്ട്. ഓരോ കമ്പനിയുടെ നിയമാവലി പ്രകാരമാണ് അവരുടെ നിയമ നടപടികൾക്കുള്ള അധികാരപരിധിയാകുന്നത്. സ്പ്രിംഗ്ലർ നിശ്ചയിച്ചിട്ടുള്ളത് ന്യൂയോർക്കാണ്. സോഫ്റ്റ്വെയർ പർച്ചേസ് ചെയ്യുമ്പോൾ ഈ കാര്യം കൂടി അംഗീകരിക്കണം. അതാണ് ന്യൂയോർക്ക് അധികാരപരിധിയായി വന്നത്. എന്നാൽ അമേരിക്കയിൽ മാത്രമല്ല, ഇന്ത്യയിലും ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് പ്രകാരം വ്യക്തികൾക്ക് കേസ് നടത്താം. എന്നാൽ ന്യൂയോർക്കിലാണ് വ്യക്തികൾക്ക് ഏറെ ഗുണകരമായ 2 ഡേറ്റ പ്രൊട്ടക്ഷൻ ആക്ട് നിലവിലുള്ളത്. ഇത് കൂടുതൽ പ്രയോജനം ചെയ്യും. കരാറിൽ ഏതെങ്കിലും തരത്തിലുള്ള നിയമപ്രശ്നങ്ങളുണ്ടോ എന്നതടക്കം പരിശോധിക്കാൻ സർക്കാർ തന്നെ 2 അംഗ സമിതിയെ നിയമിച്ചതായും 1 മാസത്തിനകം സമിതി റിപ്പോർട്ട് നൽകുമെന്നും സർക്കാർ വ്യക്തമാക്കി. എന്നാൽ കേന്ദ്ര സർക്കാർ ഇതിനോട് പൂർണ്ണമായും വിയോജിക്കുകയാണ്. സെൻസിറ്റീവായ വിവരശേഖരണമാണ് കമ്പനി നടത്തുന്നത്. ഇത് ഇന്ത്യൻ കമ്പനിയെ ഏൽപ്പിക്കണമെന്നാണ് കേന്ദ്ര സർക്കാർ സത്യവാങ്മൂലത്തിൽ പറയുന്നത്. കരാർ റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയും ഹൈക്കോടതിയെ സമീപിച്ചിട്ടുണ്ട്. വിവരശേഖരണം നടത്തിയവർക്ക് IT സെക്രട്ടറിയും മുഖ്യമന്ത്രിയും നഷ്ടപരിഹാരം നൽകണമെന്നുമാണ് ഹർജിയിലെ ആവശ്യം. ന്യൂസ് 18 കൊച്ചി. ഇനി വീട്ടിലെ കാഴ്ചകളിലേക്ക്. വീട്ടിലെ TV. ആരോഗ്യ പ്രവർത്തകർക്ക് നന്ദി പ്രകാശിപ്പിച്ച് മണ്ണാർക്കാട് സ്വദേശികളായ പ്രിയങ്കയും ഹെനയും വീട്ടിലിരുന്ന് ചിട്ടപ്പെടുത്തിയ നൃത്തം കാണാം. മഹാവ്യാധിയെ തുടച്ചെറിയുവാനായി നിൽക്കും ആരോഗ്യരക്ഷകർ. ഇതു മറ്റൊരാൾക്കും പകർത്താതിരിക്കുവാൻ ശ്രദ്ധയോടെത്തുന്ന സന്നദ്ധ സേനകൾ ഉലകത്തിനൊക്കെയും ഉയർന്നൽകുവാനായി ഉടയവരെ ഓർക്കുവാനിട പോലുമില്ലാതെ മരണഭയമില്ലാത്ത ദൈവത്വമേറുന്ന മനസ്സുകൾക്കൊക്കെയും നന്ദി.